ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ. എൻ്റെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ സ്കിൻ നിറം വെക്കുന്നില്ല എന്നാണെങ്കിൽ ഈ ഒരു റെമഡി എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്കിൻ നല്ലോണം 1-2 ഷെയ്ഡ് വരെ ബ്രൈറ്റൻ ആകുന്ന ഒരു ഫേസ് പാക്കാണിത്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടായതുകൊണ്ട് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ആവണം അല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി റിസൾട്ട്, എനിക്ക് അടിപൊളി റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും ഡ്രൈ സ്കിൻ ആണെങ്കിൽ പ്രത്യേകം നല്ല റിസൾട്ട് വരും കേട്ടോ. എൻ്റെ ഓയിലി സ്കിന്നായിട്ടും വരെ എനിക്ക് നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. പിന്നെ നല്ലോണം മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കും കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നിന് മാഗ്നെ പ്രോൺ സ്കിന്നിനൊക്കെ എങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഒറ്റയടിക്ക് നിറം വെക്കണം എന്നുള്ളവരാണെങ്കിൽ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. അപ്പം നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഒരു 2-3 ടീസ്പൂൺ വരെ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇത് നമുക്കൊരു 2 പേർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് 1-2 ദിവസം, ഒരു 2-3 ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ കൂടുതൽ ഇടണ്ട. അപ്പോൾ ഒരു 2-3 ദിവസം വരെ ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചരിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ 2-3 മണിക്കൂർ മാത്രമേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ആ തേങ്ങ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പച്ചരിയും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം വേണം. അപ്പോൾ ആ വെള്ളം, ആ പച്ചരിയുടെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത് മാത്രം പോരാ, നമുക്കിനി 2 ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടാനുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ്, അത് മഞ്ഞളാണ്. ഞാനിവിടെ മഞ്ഞൾ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പച്ചമഞ്ഞൾ റോ ആയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ മഞ്ഞൾ എപ്പോഴും വീട്ടിൽ ഇങ്ങനെ പച്ചമഞ്ഞൾ സ്റ്റോക്ക് ഉണ്ടാവാറില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിമ്പിൾസ് വരും മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ. ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ മഞ്ഞൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമഞ്ഞളാണെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം അരച്ച് ഇതേപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഒരു തരിയും കൂടാണ്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി വേണം, അത് ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നല്ലോണം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്രോസസ്സും കൂടി ഉണ്ട്. അതാണ്, നമുക്കിത് നല്ലോണം തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് മാക്സിമം. അപ്പോഴേക്കും നല്ലോണം ഇതേപോലെ കുറുകി വരും കേട്ടോ. ഒരുപാട് കട്ടിയായിട്ട് കുറുക്കരുത്. ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴുണ്ടല്ലോ ഒന്നും കൂടി നല്ലോണം റിസൾട്ട് കിട്ടണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലോണം സ്കിൻ ബ്രൈറ്റൻ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും, ഇപ്പോൾ റാഗി ആണെങ്കിലും എന്താണെങ്കിലും, എന്ത് ഫേസ് പാക്ക് ആണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടി റിസൾട്ട് കിട്ടണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അതുപോലെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് കുറച്ച് ഞാൻ നാരങ്ങാനീരാണ് എടുക്കുന്നത്. നാരങ്ങാനീര് ഇപ്പോൾ അലർജി ഉള്ളവരാണെങ്കിൽ തേനായാലും എടുത്താൽ മതി കേട്ടോ. ഈ നാരങ്ങാനീരോ തേനോ ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതിയാവും. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നാരങ്ങാനീര് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലൊക്കെ നാരങ്ങാനീര് ഇട്ടാൽ മതി. ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നാരങ്ങാനീര് വേണ്ട. തേനാണെങ്കിൽ ഇടുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഫേസ് പാക്കിലെ ഇൻഗ്രീഡിയൻസിനൊന്നും നിങ്ങൾക്ക് അലർജി ഇല്ലാത്തവരാണെങ്കിൽ കണ്ണും പൂട്ടിയത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയ്ക്ക് റിസൾട്ട് കിട്ടണേന് നമുക്ക് ചെറിയ പിള്ളേർക്ക് വരെ ഇത് യൂസ് ചെയ്യണതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല മണം, നല്ല സ്മെല്ല്, പഴയ സ്മെല്ലൊക്കെ. എനിക്ക് പഴയതൊക്കെ ഓർമ്മ വരും. നമ്മുടെ പണ്ടത്തെ ടൈമില്ലേ, പണ്ട് നമ്മള് ഈ തേങ്ങാപ്പാലെല്ലാം ഇട്ടോണ്ടിരുന്നേ. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് പിള്ളേർക്കായാലും കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചെറുതിലൊക്കെ അമ്മമാർ ഈ പിള്ളേർക്ക് ഇങ്ങനെ നിറം വെക്കാനായിട്ട് തേങ്ങാപ്പാലും മഞ്ഞളും കൂടി ഇടാറുണ്ടല്ലോ. ആ സെയിം തന്നെയാണ്. പച്ചരിയും കൂടി ഇട്ടാൽ കുറച്ചും കൂടി റിസൾട്ട് കൂടുതൽ കിട്ടും കേട്ടോ. പിന്നെ ഇങ്ങനെ ചൂടാക്കിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലോണം റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ നേരം വെച്ചിരുന്നാൽ മതി. നല്ലോണം ഉണങ്ങി വരും കേട്ടോ. എന്ന് വെച്ചാൽ പച്ചരിയും കൂടി ഉള്ളതുകൊണ്ട് 1/2 മണിക്കൂർ വരെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ഫേസ് ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് നിങ്ങൾക്ക് അറിയണമല്ലോ, അതുകൊണ്ടാണ്. എന്താ വെച്ചാൽ നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ബ്രൈറ്റൻ ആയിട്ടുണ്ടായി. നല്ലോണം ഡള്ളായിട്ടാണ് ഫേസ് ഇരുന്നിരുന്നത്. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫേസ് നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം മസാജ് ചെയ്ത് കഴുകി കളയാവേ. നമ്മുടെ ഫൈനൽ റിസൾട്ട് കേട്ടോ. നല്ല തന്നെ എൻ്റെ കണ്ടില്ലേ, നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടുണ്ടല്ലോ, ഇത് മുഖം കഴുകി കളഞ്ഞപ്പോൾ ഒരു ഓയിൽനെസ് ഉണ്ടായിരുന്നു. ആ ഓയിൽനെസ് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല കടലമാവ് ഉണ്ടല്ലോ, ഫേസ്
വാഷ് ഒന്നും യൂസ് ചെയ്യരുത്. കടലമാവോ അല്ലെങ്കിൽ ഈ പച്ചരിയില്ലേ, ഈ പച്ചരിയുടെ പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എന്തെങ്കിലും ചേർത്ത് ജസ്റ്റ് മുഖം ഒന്ന് ഉരച്ച് കഴുകിയാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ഓയിൽനെസ് ഒക്കെ പൊക്കോളും. നല്ല മാറ്റമുണ്ട് ഗൈസ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളിയാണ്. പിന്നെ ഒരു ചെറിയൊരു എന്താണ് മഞ്ഞളുടെ ഒരു സ്റ്റെയിൻ വന്നിട്ടുണ്ട് ഇല്ലേ, ഇവിടെയൊക്കെ ഒരു മഞ്ഞപ്പ് പോലെ തോന്നുന്നുണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ എപ്പോഴും വൈകുന്നേരം, ഈ മഞ്ഞളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരം ഇട്ടാൽ മതി കേട്ടോ. ഈ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ഇട്ടാൽ മതി. പിന്നെ എൻ്റെ ഇത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിൻ ആകുമ്പോൾ എനിക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാൻ പറ്റാറില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിമ്പിൾസ് വരും ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ. എൻ്റെ ഭയങ്കര എക്സ്ട്രീം ഓയിലി സ്കിന്നാണ്. അപ്പോൾ ആക്നെയും ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട്, അതായത് കുരുവൊന്നും വരില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കണതിന് കുരുവൊന്നും വരില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോഴാണ് കുരു വരുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ഇടാണ്ട് ഓയിലി സ്കിൻ ആണെങ്കിൽ കേട്ടോ. പിന്നെ കുരുവിൻ്റെ ഇഷ്യൂ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഇടാവുന്നതാണ് കേട്ടോ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ കണ്ണും പൂട്ടി ഒരു പ്രശ്നവുമില്ല, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. ഭയങ്കര ഇങ്ങനെ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആവുമല്ലോ സ്കിന്നൊക്കെ. ആ ഡ്രൈനെസ് ഒക്കെ മാറ്റി നല്ലോണം മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്തോറും മുഖം നല്ലോണം ക്ലിയർ ആയി സ്കിൻ നല്ലോണം നിറം വയ്ക്കും കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. നല്ലോണം മാറ്റമുണ്ട്, നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് വെളുക്കുമെന്നല്ല, ഫസ്റ്റ് യൂസിൽ അത്യാവശ്യം നല്ല കളർ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യും തോറും നല്ലോണം ബ്രൈറ്റൻ ആവും കേട്ടോ. പിന്നെ മഞ്ഞൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തേണ തേങ്ങാപ്പാലിലൊന്നും അലർജി ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.